ഹലോ നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി മട്ടൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. നമുക്കിനി കുക്കിങ്ങിലോട്ട് പോകാം. മട്ടൻ കറിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1.5 കിലോ മട്ടൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഹോൾ സ്പൈസസ്, 3 വലിയ സവാള, 3 വലിപ്പത്തിലുള്ള തക്കാളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, 6 പച്ചമുളക്, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില. നമുക്കിനി മട്ടൻ വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലോട്ട് മട്ടൻ ഇടുകയാണ്. അതിനുശേഷം ഞാൻ കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ഒരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പ്, ഈ പൊടികളിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ള് കുരുമുളക്, ഒരു നുള്ള് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് ഞാൻ മിക്സാക്കി എടുക്കുകയാണ്. ഇതിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. തക്കാളി ഇറച്ചിയുടെ വെള്ളവും ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത്. നമ്മുടെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 8 വിസിൽ ആണ് മട്ടൻ വേകാൻ എടുത്തത്. നമുക്കിനി കറിക്കുള്ള കൂട്ട് ശരിയാക്കാം. ആവശ്യത്തിന് ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ നിങ്ങൾക്ക് ആവശ്യം എങ്ങനെയാണോ, കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നവർക്ക് അതനുസരിച്ച് ഒഴിച്ചാൽ മതി. ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കാരണം മട്ടനിൽ എണ്ണ ഉള്ളത് കൊണ്ട് കുറച്ച് എണ്ണയുടെ ആവശ്യമേ വരുകയുള്ളൂ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസും കൂടെ ഒരു അരികിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവാള ചേർക്കുകയാണ്. ഉള്ളി ഒന്ന് ചുമന്ന് വരാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ വെട്ടി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ഇതിങ്ങോട്ട് സൈഡിലോട്ടാക്കിയതിന് ശേഷം ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളും കൂടെ ചേർക്കുകയാണ്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. അതാണ് ഇതിൻ്റെ അളവ്. പൊടിയുടെ പച്ചമണമെല്ലാം മാറി ഞാൻ ഉള്ളിയുമായിട്ടൊന്ന് മിക്സായി എടുത്തതിന് ശേഷം ഞാൻ കഷ്ണങ്ങൾ ചേർക്കുകയാണ്. ഇതൊന്ന് അരപ്പ് പിടിക്കുന്നവരെ ഇറച്ചി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇറച്ചിയിൽ അരപ്പ് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഇറച്ചി വേവിച്ച കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തിളപ്പിച്ച ചൂടുവെള്ളം കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാനിതിൽ ചേർക്കുക. നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഞാനൊന്ന് തിരുമിയിടുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം.